നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സദ്യ സ്റ്റൈൽ കിച്ചടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മളിന്ന് ബീട്രൂട്ട് കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. കിച്ചടി ഉണ്ടാക്കുന്നതിന് ഇതിൻ്റെ അകത്തുനിന്ന് 2 ബീട്രൂട്ട് എടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ബീട്രൂട്ട് വളരെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളവും 1.5 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഒന്ന് വെന്ത് കിട്ടും. നമ്മളൊരു 4 മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചു. അപ്പോൾ നമുക്ക് ബീട്രൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് അതേ ഫ്ലെയിമിൽ തന്നെ ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റി കിട്ടും. നമുക്ക് ഒട്ടും വെള്ളം ഈ കറിക്ക് ആവശ്യമില്ല. ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കുന്നതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ ഫുള്ള് ചിരകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഞങ്ങളിവിടെ അരകല്ലിലാണ് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലും അരച്ചെടുക്കാവുന്നതാണ്. ഒരു മൺചട്ടി അടുപ്പയിലേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4 വറ്റൽമുളക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതിനകത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്, അതായത് തേങ്ങയും കടുവും കൂടെ അരച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും ബീട്രൂട്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 2 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യുമ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല കട്ട തൈര് ആയതുകൊണ്ട് തന്നെ ഞാൻ മിക്സിക്കകത്തിട്ട് ഒറ്റ കറക്ക് കറക്കിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും തൈര് ചേർത്തതിന് ശേഷം ഇത് തിളയ്ക്കാനായിട്ട് പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. തൈര് ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് മാത്രമേ ഫ്ലെയിം കത്തിക്കാവുള്ളൂ. അതിനുശേഷം അത് ഓഫ് ചെയ്തോണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.